സുഹൃത്തുക്കളെ, സയൻസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആന്ധ്രാപ്രദേശിലെ പുതിയൊരു വീഡിയോ ആണ്. നമ്മുടെ ആട് കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആട്ടിടയന്മാരെക്കുറിച്ചും ആടുകളെക്കുറിച്ചും ഉള്ള ഒരു മനോഹരമായ വിഷ്വൽ കിട്ടി. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് ദിവസം എനിക്കൊരു ഗ്യാപ്പ് വന്നു. കുറച്ച് ഹോസ്പിറ്റലേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായ കാരണമാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരാഴ്ചയിൽ മേലുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് വന്നായിരുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാം സുഖമായി. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. എന്തായാലും ഞാൻ ഇന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ ആടുകളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഷോർട്സ് നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആട്ടിടയന്മാരെ എനിക്ക് കൈയോടെ കിട്ടിയ കാരണം ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പണ്ട് കാലത്ത് ബൈബിളിലൊക്കെ യാക്കോബിനും ഇസ്ഹാക്കിനും അവർക്കൊക്കെ അവർക്ക് ആട്ടിടയന്മാരായിരുന്നു. അവർക്ക് 3000 ആടുകൾ 4000 ആടുകൾ എന്നുള്ള കണക്കൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് നമ്മൾ ഭാവനയിൽ കണ്ടിട്ടുണ്ടെന്ന് അല്ലാതെ നേരിട്ട് ഇത്ര ആടുകളൊന്നും ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. എന്നിരുന്നാലും 3000 4000 ഒന്നും ഇല്ലെങ്കിലും 600 ആടുകളെയാണ് ഞാൻ ഇന്ന് നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നു. ഇത്രയധികം ആടുകളെ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ ആട്ടിടയന്മാരെ കണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് അവരോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഫുള്ള് കാണാൻ വേണ്ടി താഴത്തെ പ്ലേ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അമർത്തിയാൽ നമുക്ക് വീഡിയോയുടെ ഫുള്ള് കാണാൻ പറ്റും. വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നല്ല, ഒരു 4 മിനിറ്റിലെ താഴെയുള്ളൂ വീഡിയോയുടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ തന്നെ ഒരു റിക്വസ്റ്റും കൂടെ വയ്ക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി വയ്ക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലെ ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. പരമാവധി ദിവസങ്ങളായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ, ആദ്യമായിട്ട് മാത്രമല്ല അനേക തവണ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒന്ന് മാറ്റി വെച്ച അനേക സുഹൃത്തുക്കളുണ്ടാവും. അവരോടൊന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആന്ധ്രാപ്രദേശിലെ ഒട്ടനവധി വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.